ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 13-ാം ഞായർ. നമ്മൾ ആണ്ടുവട്ടത്തിലെ ആഴ്ചകളിലൂടെ മുന്നേറുമ്പോൾ ക്രിസ്തു ശിഷ്യരാകുവാൻ നമ്മൾ പഠിക്കുക. എങ്ങനെ ഒരു ക്രിസ്തു ശിഷ്യൻ ജീവിക്കണം, എങ്ങനെ ജീവിതത്തിൽ മുന്നേറണം, എന്തെല്ലാം ചെയ്യണം, അതൊക്കെയാണ് നമ്മൾ ഈ ആണ്ടുവട്ടത്തിലെ ആഴ്ചകളിലെ വായനകളിലൂടെ പഠിപ്പിക്കപ്പെടുക. നമ്മൾ ഇന്നത്തെ വായനകളിലേക്ക് നോക്കുമ്പോൾ ആ വായനകൾ ക്രിസ്തു ശിഷ്യനായിരിക്കുന്നവൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ, അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ ഈശോയ്ക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളതാണ്. നിങ്ങളുടെ ഏത് ബന്ധത്തെക്കാളും, നിങ്ങളുടെ ജീവനേക്കാളും, നിങ്ങളുടെ സ്വത്തിനേക്കാളും കർത്താവിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈശോയിൽ ജീവിക്കുക എന്നുള്ളതാണ്. ഈശോയുടെ സ്വാധീനത്തിലാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ്, നിങ്ങൾ ഈശോയെപ്പോലെ കുരിശുമെടുത്ത് ജീവിതത്തിൽ മുന്നേറുക എന്നുള്ളതാണ്. നാലാമത്തേത്, ഈശോ ദാനമാണല്ലോ, ഈശോയെപ്പോലെ നിങ്ങൾ കൊടുക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് മുഖ്യ സ്ഥാനം കൊടുക്കുക ജീവിതത്തിൽ. അപ്പനെയും അമ്മയെയും ഉപേക്ഷിക്കാതെ, മകനെയും മകളെയും ഉപേക്ഷിക്കാതെ, തൻ്റെ ജീവനെ പോലും ഉപേക്ഷിക്കാതെ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളോട് പറയുക. നിനക്കുള്ളതെല്ലാം നീ വിട്ട്, നിൻ്റെ ആൾക്കാരെയും വിട്ട്, നിന്നെ തന്നെ വിട്ട് നീ എന്നെ അനുഗമിക്കുക ഏതാണ് ഈശോ പറയുക. ദൈവം അബ്രഹത്തെ വിളിച്ചപ്പോൾ പറയുന്നതുണ്ട്, നിൻ്റെ ദേശത്തെയും വീട്ടുകാരെയും എല്ലാം വിട്ട്, സ്വത്തുക്കളും എല്ലാം വിട്ട് ഞാൻ കാണിച്ചിരുന്ന ദേശത്തേക്ക് പോവുക. ഒരു വിധത്തിൽ അബ്രഹത്തിൻ്റെ വിളി പോലെയാണ് ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കാനുള്ള വിളി. ദൈവം കാണിക്കുന്ന പാതയിലൂടെ മുന്നേറണം. ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ 10 കൽപ്പനകളിൽ 4-ാമത്തേത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതിനെതിരെയല്ല കർത്താവ് പഠിപ്പിക്കുന്നത്. കർത്താവ് 1-ാമത്തെ കൽപ്പനയുമായിട്ട് അതിനെ ബന്ധിക്കുക. 1-ാമത്തെ കൽപ്പനയിൽ എന്താ? നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയെന്നുള്ളതാണ്. നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത്. ദൈവം തന്നെയായ ദൈവപുത്രനായ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യ സ്ഥാനം ഏവുക എന്നുള്ളതാണ്. നിങ്ങളുടെ ദൈവമായി നിങ്ങൾ എന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യ ജീവിതം ജനനം മുതൽ മരണം വരെയും ബന്ധങ്ങളാണ്. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം, സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, ജീവിത പങ്കാളിയുമായിട്ടുള്ള ബന്ധം, അധ്യാപകരുമായിട്ടുള്ള ബന്ധം, സഹപ്രവർത്തകരുമായിട്ടുള്ള ബന്ധം, നാട്ടുകാരുമായിട്ടുള്ള ബന്ധം, അങ്ങനെ പല ബന്ധങ്ങളാണ്. നമ്മൾ ആ ബന്ധങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ബന്ധമെന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. ദൈവമാണ് നമ്മളുടെ ബന്ധങ്ങളുടെ കേന്ദ്രമായി നിലകൊള്ളേണ്ടത്, നമ്മളുടെ ബന്ധങ്ങളുടെ മകുടമായി നിലകൊള്ളേണ്ടത്. ആ ദൈവം ആ കേന്ദ്രസ്ഥാനത്തില്ലെങ്കിൽ, ദൈവം ആ ബന്ധങ്ങളുടെ മകുടമായിട്ടില്ല എങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, ഭൗമിക ബന്ധങ്ങൾ ശാശ്വതമാകില്ല. ഒരു കുടുംബജീവിതത്തിൽ പോലും ഭാര്യയും ഭർത്താവും മാത്രം പോരാ, അവിടെ കർത്താവ് വേണം അവരുടെ കൂടെ. നമ്മുടെ കുടുംബത്തിൻ്റെ കേന്ദ്രമായി ദൈവം തന്നെ വേണം. ദൈവം ഉണ്ടേ എങ്കിലേ നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നായിട്ട് ക്രമീകരിക്കപ്പെടും. നമ്മൾ ദൈവത്തെ മാറ്റിവെച്ചാൽ, ദൈവമില്ലാത്ത ഒരവസ്ഥയിൽ നമ്മൾ പരസ്പരം ദൈവങ്ങളാക്കും. ദൈവമല്ലാത്തതിനെ ദൈവസ്ഥാനത്ത് വെച്ച് ദൈവത്തോടെന്ന പോലെ പെരുമാറും. അതിനെയാണ് വിഗ്രഹം എന്ന് പറയുക. ദൈവമില്ല എങ്കിൽ നമ്മൾ പരസ്പരം വിഗ്രഹങ്ങളാക്കി മാറ്റും. വിഗ്രഹങ്ങൾ നമ്മളെ തകർക്കും.
ദൈവമോ നമ്മളെ രക്ഷിക്കും. ഇപ്പോൾ ഈശോ പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവിശേഷം എന്താ? മറ്റുള്ളവരുമായിട്ട് എല്ലാവരും ബന്ധപ്പെടണം, പക്ഷേ ആ ബന്ധങ്ങളുടെ എല്ലാം കേന്ദ്രമായി മകുടമായി ഈശോയുമായിട്ടുള്ള ബന്ധം ഉണ്ടാകണം. സ്നേഹിക്കാൻ പഠിപ്പിച്ചവനായിച്ചു. നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നായിട്ട് ക്രമീകരിക്കുന്നതാണ് സ്നേഹം. ദൈവം സ്നേഹമാണ്. ആ ദൈവത്തെ കേന്ദ്രമായി നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ബന്ധങ്ങളെല്ലാം നന്നായിട്ട് മുന്നേറുക. നമ്മളിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ പോലും പ്രിയപ്പെട്ടവരെ, അവരെ ക്രിസ്തുവിൽ നമുക്ക് കാണാനും ക്രിസ്തുവിലൂടെ ബന്ധപ്പെടാനും സാധിക്കണം. ഇല്ലെങ്കിൽ അവരുടെ വേർപാട് നമ്മളെ അതീവ ദുഃഖത്തിലാഴ്ത്തും. നേരെ മറിച്ച് നമുക്ക് ദൈവത്തിൽ അവരെ കാണാൻ സാധിക്കുമ്പോഴോ അവരെ ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനും നമുക്ക് ആശ്വാസം അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ തൻ്റെ ബന്ധങ്ങളെ ക്രമീകരിക്കണം. ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ ഈശോയ്ക്ക് ഏറ്റവും മുഖ്യ സ്ഥാനം കൊടുത്ത് മറ്റുള്ള ബന്ധങ്ങളെല്ലാം അതുമായിട്ട് ബന്ധിക്കണം. രണ്ടാമതായി, ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കേണ്ട ആളാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, നിങ്ങൾ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തുവിനോടൊത്ത് അടക്കപ്പെട്ടു സംസ്കരിക്കപ്പെട്ടു. അത് ക്രിസ്തുവിനോടൊത്ത് ഉത്ഥിതരായി ജീവിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മരണം പ്രിയപ്പെട്ടവരെ ആദത്തിലൂടെയാണ് വന്നത്. മരണത്തിൻ്റെയും പാപത്തിൻ്റെയും തിന്മയുടെയും സാത്താൻ്റെയും ഒക്കെ പിടിയിലായിപ്പോയി നമ്മൾ ആദത്തിലൂടെ. നമ്മുടെ ജീവിതത്തിലെ സ്വാധീനങ്ങൾ, പല സ്വാധീനങ്ങളുണ്ട്. ലോകത്തിൻ്റെ സ്വാധീനമുണ്ട്, മറ്റുള്ളവരുടെ സ്വാധീനമുണ്ട്, ജീവിത അവസ്ഥകളുടെ സ്വാധീനമുണ്ട്. ഈ സ്വാധീനങ്ങളെല്ലാം പ്രധാനമായും 2 വ്യക്തികളിൽ കേന്ദ്രീകരിക്കുക. ഒന്ന് ആദം, രണ്ടാമത്തേതോ ക്രിസ്തു. അപ്പോൾ നമ്മൾ ആദത്തിൻ്റെ സ്വാധീനത്തിലല്ല ആയിരിക്കേണ്ടത്, പിന്നെയോ ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിലായിരിക്കണം. ആദം മൂലം പാപം വന്നു, അടിമത്തം വന്നു, വിഷമതകൾ വന്നു, ദുഃഖം വന്നു. നേരെ മറിച്ച് ക്രിസ്തുവിലൂടെയോ രക്ഷ വന്നു, ജീവൻ വന്നു. സമൃദ്ധമായ ജീവൻ്റെ ഉടമകളായി നമ്മൾ മാറുന്നത് ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുമ്പോഴാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തെ മുഴുവനും സ്വാധീനിക്കണം. നമ്മുടെ ചിന്തകളെ, നമ്മുടെ വാക്കുകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ പെരുമാറ്റങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ എല്ലാം, നമ്മുടെ ജീവിത രീതികളെ എല്ലാം ക്രിസ്തു സ്വാധീനിക്കണം. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരായി മാറുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുന്നത്. മൂന്നാമത്തേത്, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. കുരിശ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിഷമതകളെന്ന് വേണേൽ പറയാം. വിഷമതകളും പ്രയാസങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റേണ്ട കടമകൾ ഒത്തിരിയുണ്ട്. നമ്മുടെ ഭാരങ്ങൾ, അതിനെല്ലാം നമുക്ക് കുരിശെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുരിശിനാൽ എടുക്കപ്പെടേണ്ടവരല്ല, പിന്നെയോ കുരിശിനെ എടുക്കേണ്ടവരാണ്. ഈശോ കുരിശുമെടുത്ത് കാൽവരിയിലേക്ക് മുന്നേറിയത്. ആ ഈശോയെ അനുകരിച്ചുകൊണ്ട് നമുക്കും കുരിശ് എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും. കുരിശിനാൽ എടുക്കപ്പെടേണ്ടവരല്ല, കുരിശുമെടുത്ത് മുന്നേറേണ്ടവരാണ്. നമ്മൾ ഈ ലോകത്തിലെ ആകുലതകളിലും വിഷമതകളിലും എല്ലാം പെട്ട് ഇങ്ങനെ വിഷമിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഒരു അടിമ ആണ് താൻ എന്നുള്ള ബോധത്തോടെ, എല്ലാത്തിൻ്റെ മുമ്പിൽ ഒരു അടിമത്ത മനോഭാവത്തോടെ നിലകൊള്ളുമ്പോൾ, അവയ്ക്ക് നമ്മുടെ മേൽ നമ്മൾ അധികാരം കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ കുരിശിനാൽ എടുക്കപ്പെടുക. അവിടെ നെഗറ്റീവാണ് നമ്മളെ ഭരിക്കുക. എന്നാൽ ഈശോ എന്താ ചെയ്ത്? ആ നെഗറ്റീവിനെ ക്രോസ് ചെയ്ത് പോസിറ്റീവാക്കി. ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ആ നിഷേധങ്ങളെയെല്ലാം, നെഗറ്റീവിനെയെല്ലാം ക്രോസ് ചെയ്ത് നമുക്കതിനെ അധികചിഹ്നമാക്കി ജീവിതത്തിൽ മുന്നേറാനായിട്ട് സാധിക്കണം. അപ്പം കുരിശിനാൽ എടുക്കപ്പെടേണ്ടവരല്ല, കുരിശുമെടുത്ത് ധൈര്യത്തോടെ ക്രിസ്തുവിനോട് ചേർന്ന്
നമ്മൾ ക്രിസ്തു ഇല്ലാതെയാണ് കുരിശെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പലപ്പോഴും പരാജയപ്പെടും. എന്നാൽ കുരിശുമെടുത്ത് മുന്നേറിയ ആ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന ബോധത്തോടെ കുരിശുമെടുത്ത് മുന്നേറാൻ തയ്യാറാകുമ്പോൾ, ഈശോയെ അനുഗമിക്കുവാൻ തയ്യാറാകുമ്പോൾ, അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരായി മാറുക. നാലാമത്തെ കാര്യം ദാനം എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 20:35 ഈശോ പറഞ്ഞ ഒരു വചനം പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുന്നുണ്ട്. അത് 4 സുവിശേഷങ്ങളിലും ഇല്ല. മത്തായിലോ മർക്കോസിലോ ലൂക്കായിലോ യോഹന്നാനിലോ ഇല്ല ആ വാക്യം. പക്ഷെ കർത്താവ് പറഞ്ഞ വാക്യമാണ്. അത് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിക്കുക. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം. സ്വീകരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകും, പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടാം. നേരെ മറിച്ച് കൊടുക്കുമ്പോഴോ അപ്പോഴാണ് നമുക്ക് സംതൃപ്തിയും സന്തോഷവും ഉണ്ടാവുക. നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ സമ്പത്തുണ്ട്, പക്ഷെ കൊടുക്കുമ്പോഴോ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപമുണ്ട്. ഈശോ യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു ദാനമാണ്. പിതാവായ ദൈവത്തിൻ്റെ ദാനമാണ്. നാം ആരും നശിച്ചു പോകാതെ നാം ഓരോരുത്തരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനെ നമുക്ക് നൽകി എന്ന് യോഹന്നാൻ 3:16 പറയുന്നുണ്ടല്ലോ. ഈശോ ഒരു ദാനമാണ്. ഇതാ നിങ്ങൾക്കായി ഒരു ശിശു കർത്താവായ ഈശോ എന്ന് ജനിച്ചിരിക്കുന്നു എന്നാണല്ലോ പ്രിയപ്പെട്ടവരെ അവിടെ ആ ഈശോയുടെ ജനനത്തെ അറിയിച്ചുകൊണ്ട് മാലാഖമാർ പറഞ്ഞത്. ഈശോ ദാനമാണ്. ഈശോ ദാനം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലേക്ക് നോക്കുക. ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ശൂനമിലെ ഒരു സ്ത്രീ, ധനികയായ സ്ത്രീ എലീശ പ്രവാചകനെ തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് ക്ഷണിച്ചു. അത് കഴിഞ്ഞ് ദിവസവും അദ്ദേഹം ആ വഴിക്ക് പോകുമ്പോഴേക്കും ആ വീട്ടിൽ കയറും. അപ്പോഴേക്കും ഈ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ആലോചിച്ച് ഇദ്ദേഹത്തിന് വിശ്രമിക്കുവാൻ വേണ്ടി ഒരു മുറി പോലും ഒരുക്കുക. കിടക്കയും മേശയും കസേരയും വിളക്കുമെല്ലാം. അപ്പം അങ്ങനെ തൻ്റെ ശിഷ്യനോടൊത്ത് എലീശ ആ ഭവനത്തിലായിരിക്കുമ്പോൾ എലീശ പറഞ്ഞു, ഇവർ നമുക്ക് വേണ്ടി ഒത്തിരി ഉപകാരം ചെയ്യുന്നല്ലോ, നാം അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടേ? പുള്ളിക്കാരി വിളിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവൾ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല. പ്രതിഫലേച്ഛ കൂടാതെ കൊടുക്കുന്ന ഒരു മനോഭാവം. എന്നാൽ ഗഹസി ശിഷ്യൻ, എലീശയുടെ ശിഷ്യൻ പറഞ്ഞു, അവൾക്ക് വലിയൊരു ദുഃഖമുണ്ട്, മക്കളില്ല എന്നുള്ളത്. ആ പ്രവാചകൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, അടുത്ത വർഷമാകുമ്പോൾ നിനക്ക് ഒരു ശിശു ജനിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രതിഫലേച്ഛ കൂടാതെ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം തന്നെ അറിഞ്ഞ് നമുക്ക് സഹായം ചെയ്യും. ഈ കൊടുക്കുന്നിടത്തുണ്ടല്ലോ, അവിടെ അവരിൽ നമുക്ക് ഈശോയെ കാണാൻ പറ്റണം, ദൈവത്തെ കാണാൻ പറ്റണം. ദൈവപുരുഷൻ എന്നും പറഞ്ഞാണ് അവൾ ആ പ്രവാചകനെ സ്വീകരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ശിഷ്യൻ എന്ന രീതിയിൽ ഒരുവന് ഒരു പാത്രം വെള്ളം കൊടുത്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കില്ലെന്ന് പറയുക. മറ്റുള്ളവരിൽ ദൈവത്തെ കണ്ട് ദൈവത്തിനെന്ന പോലെ കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മളെ ശരിക്കും അറിയാവുന്ന, നമ്മുടെ ആവശ്യങ്ങളെല്ലാം ശരിക്കും അറിയാവുന്ന ദൈവം, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടതെല്ലാം വേണ്ടപ്പോൾ വേണ്ടതുപോലെ തരാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കാം. നമ്മളതിനു വേണ്ടി ഒന്നും തേടേണ്ട കാര്യമില്ല, നമുക്ക് നൽകപ്പെടുക. നമ്മൾ നൽകുമ്പോൾ നമുക്ക് നൽകപ്പെടുക. ഒരു വിധത്തിൽ നമുക്കുള്ളതെല്ലാം നൽകപ്പെട്ടതല്ലേ? ഈശോ പറയുന്നുണ്ട്, ദാനമായി ലഭിച്ചു, നിങ്ങൾ ദാനമായി കൊടുക്കുക. നമ്മുടെ ജീവിതം ഐശ്വര്യം പ്രാപിക്കുന്നത് കൊടുക്കുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തേറെ വാരിക്കൂട്ടിയാലും ഈ ലോകത്തിൽ സമ്പത്തുണ്ട് എന്ന് പറയാം, പക്ഷേ അത് നഷ്ടപ്പെടാം. കള്ളന്മാർ മോഷ്ടിക്കാം. നേരെ മറിച്ച് നമ്മൾ കൊടുക്കുവാൻ തയ്യാറാകുമ്പോഴോ നാം സ്വർഗത്തിൽ നിക്ഷേപം സംഭരിക്കുക.
ഒരു വിധത്തിൽ നാം എന്തേറെ വാരിക്കൂട്ടി എന്നതല്ല, നാം എന്തേറെ കൊടുത്തു എന്നതാണ് നമ്മളെ ധന്യരാക്കുന്നത്. നമുക്ക് എന്തുണ്ട് എന്നതിൻ്റെ അളവുകോൽ നാം എന്തേറെ കൊടുത്തു എന്നുള്ളതാണ്. ഈശോയുടെ ആ ഒരു മനോഭാവത്തോടെ, കൊടുക്കുന്ന മനോഭാവത്തോടെ, ഈശോ തന്നെ ഒരു ദാനം, അവിടുന്ന് ദാനമേകുന്നവൻ, ദാനമേകാൻ പഠിപ്പിച്ചവൻ. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദിവ്യകുർബാന, ഈ ദിവ്യകുർബാന കർത്താവിൻ്റെ ദാനത്തിൻ്റെ ആഘോഷമാണ്. കർത്താവ് തന്നെ നമുക്കായി നൽകിയതിൻ്റെ ആഘോഷമാണ്. തൻ്റെ പിതാവിനെ നമുക്ക് അപ്പനായി നൽകി, തൻ്റെ അമ്മയെ നമുക്ക് അമ്മയായി നൽകി, തൻ്റെ ആത്മാവിനെ നമുക്ക് ആത്മാവായി നൽകി, തൻ്റെ വിജ്ഞാനത്തെ വചനമായി നൽകി, തൻ്റെ ശരീരവും രക്തവും പോലും അവിടുന്ന് ദിവ്യകുർബാനയിലൂടെ നമുക്ക് തരുന്നു. നമ്മളെ തന്നെ പൂർണ്ണമായും തരുക. ആ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. ആ കർത്താവിനെ നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ തയ്യാറാകാം. ആ കർത്താവിനെ നമ്മിലും ഏവരിലും ദർശിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിലൂടെ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ഈശോയുടെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. ഈശോയാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വാധീനം. ഈശോയാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല മാതൃക. ഈശോയാകട്ടെ നമ്മുടെ ഏറ്റവും വലിയ ദാനം. ഈശോയുടെ നല്ല ശിഷ്യരായി, ഉത്തമ ശിഷ്യരായി ജീവിക്കുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ നിരന്തരം ശക്തിപ്പെടുത്തട്ടെ. ദൈവ അനുഗ്രഹം ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.